ദിവസം വരുന്നതിന് മുമ്പ് പൊന്നുമോനെ, ആ ദിവസം വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു മോനെ, ദീനനുസരിച്ച് നീ ജീവിക്കണം. അതൊരു വല്ലാത്ത ദിവസമാണ്. അള്ളാഹുവിൻ്റെ കോടതിയിലെ 2 അനുഭവങ്ങളുണ്ട്. ഒന്നാമത്തെ അനുഭവം ഒരു മാതാവും മകനും തമ്മിൽ നടത്തുന്ന സംഭാഷണം. ഒരു പിതാവും മകനും തമ്മിൽ നടത്തുന്ന സംഭാഷണം. പിതാവിൻ്റെ ഹിസാബ് കണക്കാക്കി നോക്കുമ്പോൾ ഒരു ചെറിയ ഒന്നും കൂടി കിട്ടിയാൽ പിതാവ് സ്വർഗത്തിലേക്ക് പോകും. പിതാവ് ഈ മകൻ്റെ മുമ്പിൽ വന്നൊരു റിക്വസ്റ്റ് നടത്തുക, ഒരു കെഞ്ചൽ. വല്ലാത്തൊരു കെഞ്ചലാണത്. ആ കെഞ്ചലിൻ്റെ ഭാഷ അസ്അലുക ഇബ്നി, എൻ്റെ പൊന്നുമോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഹസനതൻ, ഒരു നന്മ. അത് ചോദിക്കുന്ന രീതി കുറച്ചും കൂടി ടച്ചബിൾ ആണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. എൻ്റെ പൊന്നുമോനെ ഞാൻ നിന്റെ പിതാവൽ കബി ഉബുവതി, എന്റെ പിതാവ് എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഉപ്പ ഹസനതൻ ഉസഖിലു ബിഹാ മീസാനി, ഹസനതൻ ഒരു നന്മ തന്നാളിപ്പ. നിങ്ങൾക്ക് എന്നോട് വലിയ ഇഷ്ടമായിരുന്നില്ലേ? ചോദിച്ചതൊക്കെ തന്നില്ലേ? ഹസനതൻ ഉസഖിലു ബിഹാ മീസാനി, ഹസനതൻ കിട്ടുമോ? തരോ? ഒരു പിതാവും കൊടുക്കൂല, ഒരു മകനും കൊടുക്കൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സഹോദരനെ വേണ്ട, വ ഉമ്മിഹി, ഉമ്മനെ വേണ്ട, വ അബീഹി, ഉപ്പനെ വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി, വലിയ ഇഷ്ടം അവളോടായിരുന്നു, അവളെയും വേണ്ട. വ ബനീഹി, മക്കളെയും വേണ്ട. എന്താ കാര്യം? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശൈനുൻ യുഗ്നീ, അവനാനും മാത്രം അവനാൻ്റെ കാര്യം തന്നെ ഉണ്ട്. എൻ്റെ പൊന്നുമോനെ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. വല്ലാത്ത ദിവസം, ഒരു വല്ലാത്ത ദിവസമാണ് മോനെ. ആ ദിവസം വന്ന് ഞാനും നീയും തമ്മിൽ വേർപാട് സംഭവിക്കുന്നതിന് മുമ്പ് എൻ്റെ പൊന്നുമോനെ, എനിക്ക് നിന്നോട് പറയാനുള്ള വസിയ്യത്ത് മോനെ, എന്നെ നീ മറന്നു പോകരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച സംഗതിയുണ്ട് മോനെ. അതെന്താ? വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതഹും, വിശ്വസിക്കുകയും ആ അവരുടെ സന്താനങ്ങൾ ആ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്താൽ, വത്തബഅതുഹും ദുർരിയ്യതഹും ബിഈമാൻ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവരെ പിന്തുടരുകയും ചെയ്താൽ, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, മാതാക്കളെ പിതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങളോടുകൂടെ ചേർക്കുക തന്നെ ചെയ്യും. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, സന്താനങ്ങളെ നാം അവരോട് കൂടെ ചേർക്കും. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ, അവരുടെ അമലുകളിൽ നിന്ന് ഒന്നും കുറവ് വരുത്തൂല. കുല്ലുംറിഇൻ ബിമാ കസബ റഹീൻ, കുല്ലുംറിഇൻ ബിമാ കസബ റഹീൻ, ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതുണ്ടാകും. അതൊരു വല്ലാത്ത സംഗതിയാണ്. വിശ്വസിക്കുകയും ഈമാൻ വിശ്വാസത്തോടുകൂടി മക്കളെ വളർത്തുകയും ചെയ്താൽ അതിൻ്റെ ഗുണം വത്തബഅതുഹും ദുർരിയ്യതഹും, മക്കളും കൂടെ ഉണ്ടാവും, ഒരു സംശയമില്ല. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരുടെ കൂടെ ചേർക്കും. എങ്ങനെയാണ് ചേർക്കുക? അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ജന്നാതു അദ്നിൻ, സ്വർഗങ്ങൾ, യദ്ഖുലൂനഹാ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു ആരാണ്? വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, എല്ലാവരും. വമൻ സലഹ മിൻ ആബാഇഹിം, മാതാപിതാക്കളുടെ കൂടെ, അസ്വാജിഹിം, ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ കൂടെ, വദുർരിയാതിഹിം, സന്താനങ്ങളുടെ കൂടെ. ആലോചിച്ചു നോക്കൂ. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാവരും കടക്കും. എന്നിട്ട് മലക്കുകൾ ഇങ്ങനെ വരിക, കുടുംബസമേതം ഇങ്ങനെ സ്വർഗത്തേക്കാണ് പോവുക, എല്ലാവരും ഒന്നിച്ച്. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, ഒക്കെ എല്ലാവരും കൂടി ഇങ്ങനെ സ്വർഗത്തിൽ കടന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അതാ എല്ലാ വാതിൽ കൂടി മലക്കുകൾ ഇങ്ങനെ വരുന്നു. എന്നിട്ട് മലക്കുകൾ നമ്മളോട് പറയാണ്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, സലാമുൻ അലൈക്കും ബിമാ സബർതും. കുറെ പ്രയാസപ്പെട്ടില്ലേ നാട്ടിൽ? സാരല്ല,
കുറച്ച് ക്ഷമിച്ചു അല്ലേ, വല്ലാതെ പ്രയാസപ്പെട്ടു. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിന് നിങ്ങൾക്ക് സമാധാനം. ഫനിഅ്മ ഉഖ്ബദ്ദാർ, ഇപ്പോൾ നിങ്ങൾ എത്തിയ ഈ സ്ഥലം എത്ര നല്ല സ്ഥലമാണ് അല്ലേ, നിങ്ങളുടെ ഈ വീട് എത്ര മനോഹരമായ വീടാണല്ലേ. സഹോദരങ്ങളെ, നമുക്ക് സാധിക്കണം, രക്ഷിതാക്കളെ നമുക്കാവണം ഈ പൊന്നുമക്കളോട് ഈ വസയ്യത്ത് നൽകാൻ, നമ്മുടെ പൊന്നുമക്കളോട് ഈ വസയ്യത്ത് പറയാൻ. ഇതല്ലാത്ത ഒരുപാട് വസയ്യത്തുകൾ നാം നടത്തിയിട്ടുണ്ടാകും, പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആലോചിച്ചോ, മുഅ്മിനെ ആലോചിച്ചോ, ഈ വസയ്യത്തുണ്ടല്ലോ, ഈ വസയ്യത്ത് മക്കളോട് പറയണം, അവരെ ഏൽപ്പിക്കണം, അവരേറ്റെടുക്കട്ടെ. അങ്ങനെ ഈമാനുള്ള, ഇഖ്ലാസുള്ള, ഇസ്ലാമുള്ള ഒരു സമൂഹം നമുക്കുണ്ടാകട്ടെ. നമുക്കൊന്നിച്ച് നമ്മുടെ കുടുംബങ്ങളുടെ കൂടെ, ഭാര്യമാരുടെ കൂടെ, ഭർത്താക്കന്മാരുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ, മക്കളുടെ കൂടെ, സഹോദരന്മാരുടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലെത്തണം. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങൾക്കതിന് നീ തൗഫീഖ് നൽകണമേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞ ഉപദേശമാണ്, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് പരസ്യമായി പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ ശബ്ദം കേട്ട എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നുമക്കളെ, ഇതൊരു വല്ലാത്ത വസയ്യത്താണ്. ജീവിതത്തിൽ ഈ വസയ്യത്ത് നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ അല്ലാഹു തആല നിങ്ങൾക്ക് എല്ലാ നിലക്കും ബർക്കത്ത് നൽകും, എല്ലാ നിലക്കും ബർക്കത്ത് നൽകും. അത് അല്ലാഹു തആലാന്റെ വാഗ്ദത്തമാണ്. മാതാപിതാക്കളോട് ബിർറ് ചെയ്യാൻ, നന്മ ചെയ്യാനുള്ള വസയ്യത്ത്, ആ വസയ്യത്ത് നടപ്പാക്കാൻ സാധിച്ചാൽ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല അവനാണല്ലോ, ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്,